ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിൽ രാവിലെ ഇപ്പം നമ്മൾ ലേറ്റായി എഴുന്നേറ്റാലും മക്കൾക്ക് നല്ല രീതിയിൽ ഫുഡ് തയ്യാറാക്കി കൊടുത്തുകൂടാ കേട്ടോ. അപ്പം ഇന്ന് ലേറ്റായി എണീറ്റു എന്നല്ല, നല്ല നമുക്ക് പെട്ടെന്ന് അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഫുഡാട്ടോ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാനിത് നല്ല ചൂട് വെള്ളത്തിൽ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സോയാബീൻ കുറച്ച് നേരം അവിടെ ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു സവാള ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താൽ ഒരു കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇച്ചിരി അതായത് നെയ്ച്ചോറിൻ്റെ അരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പം എന്താ ആക്കി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കുന്നത്. അപ്പം ഇന്ന് ഓൾറെഡി ലേറ്റായിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചു, കാരണം പെട്ടെന്നാക്കാം. പിന്നെ ഉച്ചക്ക് നമുക്ക് ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനുള്ള രീതിയിലാണ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഞാൻ മുറിച്ചിട്ടു കേട്ടോ. തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നത് ഒന്ന് മാത്രം, ഒരു ചെറിയ തക്കാളി കേട്ടോ മുറിച്ചിട്ട് കൊടുത്തേ. കാരണം തക്കാളിക്ക് ഇപ്പോൾ പൊന്നും വിലയല്ലേ. അപ്പം തക്കാളീൻ്റെ ഉള്ളിലുള്ള വില എന്ന് പറയുന്നത് ദിവസം കഴിയുന്നതോറും കുതിച്ച് പൊങ്ങുകയാണ്. അപ്പോൾ തക്കാളീൻ്റെ എണ്ണ ഞാൻ കുറച്ചു ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു 1.5 കപ്പോളം ഇതാട്ടോ, 1.5 കപ്പില്ല, അതിൽ ഇത് അങ്ങനെ തന്നെ എടുത്തു. ആദ്യം 1 കപ്പ് എടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അത് എന്തിനാ ഇച്ചിരി അവിടെ വെക്കുന്ന വെച്ചിട്ട് മുഴുവനായിട്ട് അങ്ങ് എടുത്തു. അപ്പം അതവിടെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്രാവശ്യത്തെ ബിരിയാണി അരി ആയിരുന്നു മേടിച്ചത്, ജീരകശാലേൻ്റെ തോന്നുന്നു ബിരിയാണി അരി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലേവറും ബിരിയാണീൻ്റെ ഫ്ലേവറെല്ലാം തരുന്നൊരു അരി കേട്ടോ. അപ്പം അത് ഇച്ചിരി ബിരിയാണി വെച്ചത് ബാക്കിയുണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ച ആവോലി മീൻ കൊണ്ടുവന്നേരം മീൻ ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാനത് ഇവിടെ എടുത്ത് വെച്ചു. പിന്നെ സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചാൽ ഞാനില്ലേ ഒന്ന് ഇതാക്കി എടുക്കട്ടോ, കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ ഞാൻ കയ്യിലോണ്ട് ഫസ്റ്റ് എടുത്തിട്ട് പിന്നെ ആദ്യം ഒരു പച്ചവെള്ളത്തിലിട്ട് നല്ലോണം നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കട്ടോ ചെയ്യുന്നത്. ചിലപ്പോൾ അമ്മയിൽ ഇങ്ങനെ പറയും മണ്ണുണ്ടാവും, അതുകൊണ്ട് നല്ലോണം പിഴിഞ്ഞ് രണ്ടാമത് നല്ലോണം കഴുകി പിഴിഞ്ഞെടുക്കണം എന്നെല്ലാം പറയും. എനിക്കതിൻ്റെ ഒന്നും അറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇനി അതിലേക്ക് തന്നെ മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് വരട്ടാന്ന് വിചാരിക്കും. പിന്നെ അതുപോലെ ഞാൻ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ ആണ് കേട്ടോ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റില്ലേ, ആ പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിട്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി നമ്മൾ ബിരിയാണിക്കാക്കുന്ന പോലെ അതുപോലെ ചെയ്യാം, പക്ഷെ ഞാൻ ആക്കില്ല. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് മല്ലിപ്പൊടി ആട്ടോ ഇടാൻ പോകുന്നത്. അപ്പം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് പൊടിയുള്ള പച്ചമണം മാറുന്നവരെ ഒരു 5 മിനിറ്റോളം അവിടുന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ മറ്റേ കുക്കർ വെച്ചിട്ട് അതിൽ ഫിൽറ്ററിന്ന് വെള്ളം എടുക്കും കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് അങ്ങനെ ഇതാക്കിയിട്ട് വഴറ്റി. അപ്പം ഇനിയിപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ. ഉപ്പ് പിന്നെ ഒരു സംശയം പോലെ ആയിപ്പോയി, ഉപ്പ് എത്രയാണ് വേണ്ടതെന്നില്ല, അതപ്പോഴും എൻ്റെ കൺഫ്യൂഷനാട്ടോ. പിന്നെ അങ്ങനെ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പിൽ നിന്നുള്ള 3 കപ്പ് വെള്ളാട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കെന്തോ അത് കറക്റ്റാണ്. പിന്നെ നെയ്യൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം പൊതുവേ കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി കഴിച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉറങ്ങിയ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്ലാസ്സിൽ പോയി ഉറങ്ങണ്ടെന്ന് വെച്ചിട്ട് നെയ്യൊന്നും അധികം ഒഴിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ പിന്നെ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കാം. അപ്പം അപ്പോഴേക്കും ഞാനിതിന് സോയാബീൻ വറുത്തെടുക്കാമെന്ന് വെച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ സോയാബീൻ അവിടെ തന്നെ ആയിപ്പോയി. പിന്നെ നമുക്ക് ഇതാണ് ആക്കേണ്ടത്. എനിക്ക് പുട്ടാട്ടോ ഇന്ന് രാവിലെ ഗോതമ്പ് പുട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കുറേ ഗോതമ്പ് പുട്ട് റെഡിയാക്കി ആക്കിയിട്ട് അപ്പോൾ ഗോതമ്പ് പുട്ടാക്കാമെന്ന് വെച്ചു. അപ്പം രാവിലെ ചെറിയ ആൾ എഴുന്നേറ്റ് വന്നു. കറക്റ്റ് 7 മണിയാകുമ്പോഴേക്ക് ചെറിയ ആൾ എഴുന്നേറ്റ് വരും കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കണം, എന്നാലേ ആരെങ്കിലും കയ്യിൽ പോകുള്ളൂ. അപ്പോൾ എഴുന്നേറ്റ് വന്ന് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് കരയും. അപ്പോൾ ഞാനെടുത്തില്ലെങ്കിൽ അമ്മ എടുക്കാന്ന് വെച്ചാൽ അതിന് നിൽക്കില്ല. പിന്നെ അപ്പം ഞാൻ എടുത്തിട്ട് പൊടിയെടുത്തു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം എടുത്തുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് കൊടുത്തു. പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ പുട്ട് കുഴക്കില്ല കേട്ടോ. ഗോതമ്പ് പുട്ടായതുകൊണ്ട് ഇടയിലിടയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കുഴച്ച് എടുക്കോട്ടോ ചെയ്യുന്നത്. പിന്നെ
പെട്ടെന്ന് ഇതാക്കിയാൽ നല്ലോണം വെള്ളം ഒഴിച്ചാൽ അരിപ്പൊടി പോലെ അല്ലല്ലോ. അപ്പം അങ്ങനെ കുഴച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മാറ്റാൻ കാരണം വെച്ചാൽ എൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്മൾ വരുന്ന ഇത് വരുന്നിടത്ത് പിന്നെ ഇതുകൊണ്ട് പിന്നുകൊണ്ട് കുത്തുവാട്ടോ ചെയ്യുന്നത്. ഇപ്പോഴെന്തോ ശരിയാവുന്നില്ല, പിന്നെയും എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം ഉള്ളിൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഗോതമ്പിൻ്റെ ഇതൊന്ന് നല്ലോണം ആയിക്കഴിഞ്ഞാൽ അതും അവിടെ വെക്കണം. പിന്നെ സോയാബീൻ ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് പിന്നെ അതിൽ മുളക് പൊടിയും പിന്നെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് എണ്ണ വെച്ചിട്ട് അത് ഫ്രൈ ആക്കാന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഇതായാൽ പുട്ട് വെക്കണം. അപ്പം പിന്നെ കുക്കറിൽ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഇപ്പുറത്തെ ഫ്ലെയിം കുറവാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ പുട്ട് വെക്കാന്ന് വെച്ച്. മറ്റേത് 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിൽ അമ്മ ചിരകി തന്നിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ ഇതിലേക്ക് ഇട്ട് അങ്ങനെ ഇതാക്കി. പിന്നെ സോയാബീൻ ഒന്ന് ജസ്റ്റ് നല്ലോണം ഫ്രൈ ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അതിലേക്ക് ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചു കേട്ടോ, വേഗാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുട്ടിന് പിന്നെ കറിയൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം പഴം ഉണ്ടായിരുന്നു. പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗോതമ്പ് കൂട്ടായതുകൊണ്ട് പഴം കൂട്ടി തിന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ പപ്പടം ആയാലും പഴമായാലും നല്ല കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗോതമ്പ് കൂട്ടി, ഒരു മധുരമെല്ലാമായിട്ട് അങ്ങനെ. അപ്പം അങ്ങനെ ചായയും റെഡിയായി. ഇനിയിപ്പം പിന്നെ ചോറൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് ഞാൻ വേറെ ആണല്ലോ റെഡിയാക്കിയത് സോയാബീൻ. ഇപ്പോൾ ആ സോയാബീനിലേക്ക് ചോറും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചാൽ കേട്ടോ. സോയാബീൻ വേറെ ഇത്രയല്ല, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ദിയ എന്നോട് പറഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ് കഴിക്കാൻ വേണം സ്കൂളിൽ നിന്ന്, അതുകൊണ്ട് ചോറിൻ്റെ കൂടെ എല്ലാം കുറച്ചെടുത്ത് വെച്ചു. അപ്പം ഇനി ഇതിലേക്ക് ഒരു കച്ചമ്പരം കൂടി ആയിട്ടോ ഞാൻ റെഡിയാക്കുന്നത്. ഒന്നുമില്ല, സാധാരണ സിമ്പിൾ നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ ഒരു സവാള ഇട്ടിട്ട് ഒരു കച്ചമ്പരം റെഡിയാക്കി അതൊക്കെ കൊഴുത്ത് വിട്ടു കേട്ടോ. അതും കൂടിയാണ് ഞങ്ങൾ ഉച്ചക്ക് അതാ കൂട്ടിയിട്ട് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ചോറ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിയുടെ. അപ്പോൾ ഇതൊക്കെ വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ഇച്ചിരി കച്ചമ്പരം കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ മുകളിൽ സോയാബീനും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.